മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണ്. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ വിധി ഈ മാസം 13-ന് ഉണ്ടാകും. ജഡ്ജിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണ് ഇന്ന് വിധി പറയുന്നത് നീട്ടിവെച്ചത്. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ചെന്താമരയ്ക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് കൊല്ലപ്പെട്ട സുധാകരൻ്റെ മകൾ ന്യൂസ് 18നോട് പറഞ്ഞു. അഖിലയുടെ വാക്കുകളിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് CV അനുമോദിലേക്ക് പോകാം. അനുമോദ്, എന്തായാലും അടുത്ത തിങ്കളാഴ്ച 13 പറയുമ്പോൾ അടുത്ത തിങ്കളാഴ്ചയാണ് വരുന്നത്. ഒരാഴ്ചത്തെ കാത്തിരിപ്പ് നമുക്ക് വേണ്ടി വരുമോ ഇനി ചെന്താമരയ്ക്ക് എന്ത് ശിക്ഷ എന്ന കാര്യം അറിയാൻ? സജിത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, ഏറ്റവും അവസാനമായി നമുക്ക് ലഭിച്ച വിവരം, ഈ ചെന്താമര കേസ് അടുത്ത തിങ്കളാഴ്ചയാണ് കോടതി പരിഗണിക്കുക എന്നുള്ളത്. നമ്മളിപ്പോൾ കോടതി പരിസരത്താണുള്ളത്. കേസ് 13-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചതായിട്ടാണ് കോടതിയിൽ നിന്നും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. അതായത് ഒരാഴ്ച കൂടി ഈ കേസിൽ വിധി പറയാൻ കാത്തിരിക്കണമെന്നുള്ളത് തന്നെയാണ്. കേസിൻ്റെ മറ്റുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി വിധി പറയൽ മാത്രമാണ് ബാക്കിയുള്ളത്. കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷി വിസ്താരത്തിലൊക്കെ ഈ ഒരു കേസിൽ ചെന്താമരയ്ക്ക് വലിയ ശിക്ഷ തന്നെ കിട്ടും എന്നൊരു പ്രതീക്ഷയാണ് പ്രോസിക്യൂഷൻ പങ്കുവച്ചിട്ടുള്ളത്. നമുക്കറിയാം 2025 ജനുവരി 27-നാണ് ആ ചെന്താമര ഈ ഇരട്ട കൊലപാതകം നടക്കുന്നത്. അന്ധവിശ്വാസിയായ ഇയാൾ തൻ്റെ അയൽവാസിയായ ഒരു വീട്ടിലെ ഒരു സ്ത്രീയാണ്, നീണ്ട മുടിയുള്ള ഒരു സ്ത്രീയാണ് തൻ്റെ കുടുംബം അകലാൻ കാരണമായതെന്ന തെറ്റിദ്ധാരണയിലാണ് ഈ കൊലപാതകങ്ങൾ നടത്തുന്നത്. 2019-ൽ സുധാകരൻ്റെ ഭാര്യ സജിതയെ, 2025-ൽ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ഇയാൾ കൊന്നു. അതിന് ശേഷവും ഇയാൾ വീണ്ടും ഈ ഒരു കുടുംബത്തെ നശിപ്പിക്കുമെന്നുള്ള ഒരു ഭീഷണിയിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക ആ കുടുംബത്തിന് ഇപ്പോഴുമുണ്ട്. ഇനി ഒരിക്കലും ഇയാൾ പുറത്തിറങ്ങരുത് എന്ന ആവശ്യമാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യമാണ് കുടുംബം, ഈ സുധാകരൻ്റെ മക്കളൊക്കെ തന്നെ പങ്കുവയ്ക്കുന്നത്. അവരുടെ ജീവിതവും വലിയ ഭീഷണിയിലാണ്, ആശങ്കയിലാണ്. നേരത്തെ അല്പസമയം മുമ്പ് നമ്മൾ ആ കുട്ടിയെ കണ്ട് സംസാരിച്ചപ്പോൾ പുറത്തിറങ്ങുമ്പോൾ പേടിയാണ് എന്നാണ് അവർ പറയുന്നത്. ഈ ചെന്താമരയെ പോലെയുള്ള ഒരാൾ എപ്പോഴും എവിടെയും വരാമെന്നൊരു പേടിയാണ് ആ കുട്ടികൾക്കൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു പുറത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടാക്കരുത് എന്ന ആവശ്യമാണ് ഈ കുടുംബം ഉന്നയിക്കുന്നത്. വലിയ ആശങ്ക ഇവരൊക്കെ തന്നെ പങ്കുവച്ച സാഹചര്യത്തിൽ പ്രോസിക്യൂഷൻ സമർപ്പിച്ച വാദങ്ങൾ അത് കോടതി ഏത് തരത്തിലാണ് പരിഗണിക്കുക എന്നുള്ളതാണ് അറിയാനുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 82 സാക്ഷികളിൽ 4 പേർ കൂറുമാറി എന്നുള്ളതാണ്. അതിൽ 3 പേർ ഈ ഒരു ചെന്താമരൻ്റെ ബന്ധുക്കളും കുടുംബത്തിലുള്ളവരുമാണ്. ഒരാളാണ് സാക്ഷിയായിട്ടുള്ളത്. ഈ സാക്ഷിയുടെ മൊഴി മാറിയത് പക്ഷേ കേസിനെ ബാധിക്കില്ല. അത് ശാസ്ത്രീയമായിട്ട് തന്നെ പ്രതി കൂറുമാറിയതാണെന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞുവെന്ന പ്രതീക്ഷയാണ് പ്രോസിക്യൂഷനും പങ്കുവച്ചിരിക്കുന്നത്. എന്നാണെങ്കിലും നാടിനെ നടുക്കിയ നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ വിധി അടുത്ത തിങ്കളാഴ്ചയാണ് വരിക. ചെന്താമരയ്ക്ക് അർഹിക്കുന്ന ശിക്ഷ കിട്ടുമോ, സുധാകരൻ്റെ കുടുംബത്തിന് നീതി കിട്ടുമോ എന്നുള്ളതൊക്കെ നമുക്ക് ഒരാഴ്ച കൂടി കാത്തിരുന്നാലേ അറിയാനാകൂ. സജിത്ത്. യെസ്, ചെന്താമര കേസിൽ എന്ത് വിധി എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒരാഴ്ചത്തെ കൂടി കാത്തിരിപ്പാണ് ഇനി നമുക്ക് മുന്നിൽ അവശേഷിക്കുന്നത്. വിധി 13-ന് പറയും. ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ ജഡ്ജി വിധി പറയുന്നത് മാറ്റിവെക്കുകയാണ് ചെയ്തത്. എന്തായാലും വിചാരണ എല്ലാം പൂർത്തിയായതാണ്. പക്ഷേ നമുക്ക് മുന്നിൽ ആകാംക്ഷ ബാക്കിയാവുകയാണ്. എന്താണ് കൊടും ക്രൂരന് നിയമം വിധിക്കുന്ന ശിക്ഷ? പരമാവധി ശിക്ഷ നൽകണമെന്ന കുടുംബത്തിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും വാദം കോടതി അംഗീകരിക്കുമോ? തെളിവുകൾ ആ രീതിയിൽ സമർത്ഥിക്കാൻ കോടതിയിൽ കഴിഞ്ഞു. അങ്ങനെ വലിയ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. തൻ്റെ അച്ഛനെയും അമ്മയെയും മുത്തശ്ശിയെയും കൊന്ന ചെന്താമരയ്ക്ക് നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നാണ് കൊല്ലപ്പെട്ട സുധാകരൻ്റെയും സജിതയുടെയും മക്കൾ അഖിലയുടെ പ്രതികരണം. ഇപ്പോഴും അയാൾ പുറത്തിറങ്ങുമോ എന്ന ഭയം തനിക്കുണ്ട്. തങ്ങളുടെ കുടുംബത്തെ ഇല്ലാതാക്കുമെന്ന പേടിയാണ്. പുറത്തിറങ്ങുമ്പോൾ അയാളെപ്പോലെ ആരെങ്കിലും ഉണ്ടോ എന്ന ഭീതിയോടെയാണ് തങ്ങൾ നടക്കുന്നത്. അയാൾ ഇനി ഒരിക്കലും പുറത്തിറങ്ങരുതെന്നും കോടതി നീതി നൽകുമെന്നുമാണ് പ്രതീക്ഷിക്കുകയെന്ന് അഖില ന്യൂസ് 18. നാടിനെ നടുക്കിയ നെന്മാറ ഇരട്ടക്കൊല കേസിലെ വിധി ഇന്ന് പറയുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അത് ജഡ്ജിക്ക് സുഖമില്ലാത്തതിനാൽ മാറ്റിവെക്കുകയായിരുന്നു. നമ്മോടൊപ്പം ചേരുന്നത് സുധാകരൻ്റെയും സജിതയുടെ മകളായ അഖിലയാണ്. മോളെ, ഇന്നിപ്പോൾ വിധി പറയുന്ന പ്രതീക്ഷിച്ചതാണല്ലോ, പക്ഷേ ജഡ്ജിയുടെ കാരണത്താൽ മാറ്റിവെച്ചു എന്നാണ് പറയുന്നത്. എന്താണ് ഈ കേസിൻ്റെ പ്രതീക്ഷകൾ? അയാൾക്ക് പരമാവധി ശിക്ഷ തന്നെ കിട്ടണം. അമ്മൻ്റെ കേസിൽ അയാൾക്ക് ശിക്ഷ കിട്ടിയത് ഓക്കെയാണ്. അതേപോലെ ഇതിലും ഇതാക്കണം. ഇനി അയാൾക്ക് പരോള് കിട്ടണ്ട എന്നാണ് നമ്മൾ ഇതാക്കണം. ഇനിയും അയാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ആരുടെയെങ്കിലും ജീവൻ പോകും. ഇപ്പോൾ എൻ്റെ ആയാലും ചേച്ചിൻ്റെ ആയാലും പോത്തുണ്ടിത്തെ ആരുടെ ആണെങ്കിലും ജീവൻ എന്തായാലും പോകും. അപ്പോൾ അയാൾക്ക് പരോള് കിട്ടണ്ട എന്നാണ് നമ്മൾ ഇതാക്കുന്നത്. പരമാവധി ശിക്ഷ തന്നെ കിട്ടണം. പരമാവധി ശിക്ഷ തന്നെ കിട്ടണം. അതാണ് നമ്മൾ ഭയമുണ്ടോ ശരിക്കും അയാൾ പുറത്തിറങ്ങുന്ന സാഹചര്യമൊക്കെ ഓർക്കുമ്പോൾ തന്നെ? അയാൾ ഇറങ്ങിയാലും ഒരാളുടെ ജീവൻ പോകും. അപ്പോൾ നമ്മൾ ഇപ്പോൾ വെളിയിൽ എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ അയാളെ പോലെയുള്ള മുഖസാദൃശ്യമൊക്കെ ഉള്ളവരെ കണ്ടാൽ നമുക്ക് ടെൻഷനാണ്. അയാൾ ഇനി എങ്ങാനും ചാടിയോ എന്നുള്ളത്. അപ്പോൾ നല്ല ടെൻഷനൊക്കെ ഉണ്ട്. ഈ വിചാരണയിൽ പലരും കൂറുമാറിയതൊക്കെ ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ? അത് നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അഡ്വക്കേറ്റൊക്കെ വിളിച്ചപ്പോൾ കുഴപ്പമില്ല എന്ന് അറിഞ്ഞു. അപ്പോൾ
സത്യത്തിൽ ഒരു മനുഷ്യനും ചെയ്യാത്ത ക്രൂരതയാണല്ലോ ഇത് ചെയ്ത്. ഇതിനെങ്ങനെയാണ് അതിജീവിക്കുന്നത്? ഇപ്പോൾ നമ്മൾ പഠിക്കല്ലേ? ഞാൻ പഠിക്കുക, ചേച്ചിയും അവരൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലാത്ത പോകും. പിന്നെ നെന്മാറയ്ക്ക് പോയിട്ടില്ല? ഇല്ല, പിന്നെ നെന്മാർക്ക് പോയിട്ടില്ല. ഇപ്പം അവിടെ ആരുമേ ഇല്ലല്ലോ, പുഷ്പിച്ച് അയൽവാസിയൊക്കെ പോയില്ലേ. എല്ലാവരും പോയി. അവരൊക്കെ പേടിച്ചിട്ട് അവരെല്ലാവരും ഒരാളിനെ കാരണം. ശരിക്കും അന്ന് ഒരു ജാഗ്രത പോലീസ് എടുക്കുകയാണെങ്കിൽ അതൊക്കെ ഒഴിവാക്കപ്പെടുമായിരുന്നു അല്ലേ? അതെ, ആ സമയത്ത് പോലീസിൻ്റെ എൻ്റെ ഫാമിലി ഇല്ലാണ്ട് ഇപ്പം നമുക്ക് പേരൻസ് എന്ന് പറയാൻ ആരുമില്ല. പോലീസിനോട് ഇയാൾ ഇറങ്ങിയാൽ പേടിയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നെ പറഞ്ഞിരുന്നോ? ഈ കുടുംബത്തിൽ ഇനിയിപ്പോഴും ഭീഷണി എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിരുന്നോ പോലീസിനോട്? നമ്മൾ ഇതാക്കുന്നുണ്ട്. എന്താണ് ഇനി 2 വർഷം കൂടുമ്പോഴും ഇനി പോലീസുകാരൊക്കെ മാറിക്കഴിഞ്ഞാലും പ്രശ്നം. പരോള് പോലും കിട്ടരുത് അല്ലേ? അതെ, പരോള് പോലും കിട്ടരുത്. ഈ ആദ്യത്തേതിൽ ഇരട്ട ജീവപര്യന്താണ്. ഇതിലും ഏറ്റവും വലിയ ശിക്ഷ തന്നെ കിട്ടണമെന്നാണോ? വലിയ ശിക്ഷ തന്നെ കിട്ടണം എന്നാണ്. നമുക്ക് കോടതിന്റെ മേലെ വിശ്വാസമുണ്ട്, നല്ല ശിക്ഷ തന്നെ അയാൾക്ക് കൊടുക്കുന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് കോടതിയിൽ. പ്രതീക്ഷയുണ്ട്. എന്തായാലും കോടതിയിൽ പ്രതീക്ഷയുണ്ട്. വലിയ ഭയമാണ്, അയാൾ ഒരിക്കലും പുറത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടാവരുതെന്ന് ഈ കുട്ടി പറയുമ്പോൾ അവർ നേരിട്ട ദുരന്തത്തിൻ്റെ ഒരു അനുഭവ സാക്ഷ്യം കൂടിയാണത്. അഖിലോട്ട് പറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.